പുതുയുഗ യാത്ര അതിൻ്റെ കുറ്റ്യാടി വേദിയിലുണ്ടായ പിടിവലി വിശദീകരിക്കാൻ കഷ്ടപ്പെടുകയാണ് ഇന്ന് കോൺഗ്രസ്. മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു. പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. പിന്നീട് ഒരു വാചകം പ്രസംഗിച്ചത് പ്രവർത്തകരുടെ നിർബന്ധം കൊണ്ടാണ്. മുല്ലപ്പള്ളി വീണില്ല എന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളെ തള്ളി അവകാശപ്പെട്ടു. ഷാഫിയും പറഞ്ഞു, ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രമോദിനെ നിർബന്ധിച്ച് നീ അവിടെ പോയിരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ, വീട്ടിലുണ്ടാകുന്ന പോലത്തെ കാര്യമല്ലേ? ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. അതാണ് ഒരു കുടുംബത്തിനകത്ത് സംഭവിച്ചത്. സ്നേഹത്തള്ളലാണെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞത്. ഷാഫി പറമ്പലിന് നീരസമില്ല, വേദിയിലേത് സമയം വൈകിയത് കൊണ്ടുള്ള തിരക്കായിരുന്നെന്നും DCC അധ്യക്ഷൻ പ്രതികരിച്ചു. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതാണ് സ്നേഹത്തള്ളലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇന്നലത്തെ ദൃശ്യങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നിലേക്ക് മറിയുന്നതും കൂടെയുള്ളവർ താങ്ങുന്നതും വ്യക്തമാണ്. വിളിച്ചിട്ടാണോ സംസാരിക്കാൻ, അതായത് സതീശനെ വിളിച്ചു കഴിഞ്ഞ ശേഷമാണോ സംസാരിക്കാൻ വിളിക്കുന്നതെന്ന് ഷാഫി പറയുന്നതും ആ ദൃശ്യങ്ങളിൽ കേൾക്കാൻ നമ്മൾ ഇന്നലെ തന്നെ പരിശോധിച്ചാണ്, ഒന്നുകൂടെ കാണാതെ. വിളിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ല നമുക്ക് വേദിയും സദസ്സുമൊക്കെ കാണാവുന്നതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 80-ലേറെ വയസ്സുണ്ട്, 82 വയസ്സോളം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പക്ഷേ വളരെ ദൃഢഗാത്രനാണ്, നല്ല ആരോഗ്യമുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നല്ല കരുത്തുറ്റ നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പക്ഷേ എന്നാലും പ്രായമുണ്ട് എന്നതുകൊണ്ട് അത്രയും പ്രായമുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായതെന്താണ് സത്യത്തിൽ പുറത്തുള്ള ആളുകളെ ഒന്നൊരല്പം ബുദ്ധിമുട്ടിലാക്കിയത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണില്ല എന്നിന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് നമുക്ക് നേരിട്ട് കാണാത്ത നമുക്കൊരാശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ വിവരങ്ങൾ രതീഷ് വാസ്തവനാണ് നൽകുക. രതീഷ്, DCC എന്തായാലും അതൊരു സ്നേഹത്തളരാണ് എന്ന് പറഞ്ഞു. എന്തായാലും അതൊരു ഒരു പാർട്ടിയുടെ വേദിയിലെ പ്രശ്നമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും തല്ലുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളൊന്നുമല്ല. അതുകൊണ്ട് ആ നിലക്ക് തന്നെ കാണാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രയാസത്തിൽപ്പെട്ടു അല്ലേ കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ചും ആ പ്രാദേശിക നേതൃത്വം? സനീഷ്, തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ കുറ്റ്യാടിയിലുണ്ടായ വിവാദ സ്റ്റേജിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പാടുപെടുകയാണ്. അത് വിശദീകരിക്കാൻ KPCC നേതൃത്വം, DCC നേതൃത്വം എന്ന് പറയാതെ വയ്യ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ നമ്മോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു അലോസരം അല്ലെങ്കിൽ ഒരു നീരസം ഷാഫിക്കുണ്ട് എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണത്. മാത്രവുമല്ല, അദ്ദേഹം അത്തരം ഒരു പ്രകടനം ആ രീതിയിൽ ഈ പ്രമോദ് കക്കട്ടിനോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദവുമുണ്ട്. തുടർന്ന് അതിൻ്റെ പിടിവലിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീഴുന്ന കൃത്യമായ ദൃശ്യങ്ങളുമുണ്ട്. പക്ഷേ അത് കണ്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. അത് വലിയ തരത്തിലുള്ള മാധ്യമങ്ങൾ തെറ്റായി കൊടുത്തതാണ് പറഞ്ഞത്. അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള വിശദീകരണത്തിൻ്റെ ഒരു ദയനീയതയിലേക്ക്, അതായത് പുതുയുഗ യാത്ര എന്ന് പറയുന്ന വളരെ UDFൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള യാത്രയിൽ ഇത്തരം ഒരു പ്രാദേശിക വിഷയം, അതായത് അവരുടെ വ്യക്തിപരമായ ചില അലോസരങ്ങൾ തന്നെ വിശദീകരിക്കേണ്ടി വന്ന ഒരു ഗതികേട് കൂടി കോൺഗ്രസിനുണ്ടായി, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനുണ്ടായി, പ്രതിപക്ഷ നേതാവിനുണ്ടായി എന്നത് സങ്കടകരമാണ്. ഇവർ ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. മാത്രവുമല്ല, ഒടുവിൽ അതൊരു സ്നേഹത്തട്ടലാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ തള്ളലുണ്ടായി എന്ന് അവർ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അല്പം അലോസരമുണ്ടായി. മാത്രവുമല്ല, ഒടുവിൽ കൂടുതൽ ആളുകൾ വേദി
വേദിയിലുണ്ട് എന്ന് സമ്മതിക്കുന്ന നിലവരെ വന്നു. ഒടുവിൽ വി.ഡി. സതീശൻ ഉൾപ്പെടെ പറഞ്ഞത് അത് കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അത് അതേ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് തന്നെ വിശദീകരിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന വാക്കുകളാണ് വി.ഡി. സതീശനിൽ നിന്നും ഇന്ന് ഉണ്ടായത്. എന്തായാലും ഈ പുതുയുഗ യാത്രയുടെ രാഷ്ട്രീയ വിസ്തീർണം അതിനപ്പുറത്ത് ഇത് ഒരു ഇവരുടെ രാഷ്ട്രീയ ഇവരുടെ വടംവലി അല്ലെ പടലപ്പിണക്കം വിശദീകരിക്കുന്ന തരത്തിലായിപ്പോയോ എന്ന തരത്തിൽ ശരി, നന്ദി രതീഷ് വിവരങ്ങൾക്ക്. എന്തായാലും അതാണ് സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വരും ദിവസങ്ങളും തുടരുമായിരിക്കും. എന്തായാലും സ്നേഹത്തള്ളൽ എന്ന ഒരു നല്ല വാക്ക് ഈ കേരള സമൂഹത്തിനും മലയാള ഭാഷയ്ക്കുമൊക്കെ സംഭാവന ചെയ്തു എന്നതാണ് അതിനകത്തുള്ളൊരു കൗതുകകരമായിട്ടുള്ള കാര്യം. നല്ല ഒരു ഭംഗിയുള്ള രസകരമായിട്ടുള്ളൊരു പ്രയോഗമായിരുന്നു DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നടത്തിയത്. എന്തായാലും അത് ഈ പറയുന്ന പോലെ വലിയ കുഴപ്പത്തിലേക്കൊന്നും പോയിട്ടില്ല, അങ്ങനെ പോവുകയുമില്ല. അവർ നല്ല സുഘടിതമായിട്ട് ആ പരിപാടി നടത്തുകയായിരുന്നു. എന്തായാലും അതാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നടന്ന ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. നമുക്ക്